കിട്ടിയതും കൊടുത്തതൊക്കെ കൂട്ടി നോക്കിയപ്പോ കല്യാണം ഒരു കുറ്റമില്ലാണ്ട് എങ്ങനെയോ കഴിഞ്ഞു വേണം പറയാൻ. കുറ്റമൊന്നുമില്ലാന്ന് ആരാ പറഞ്ഞ? ചുറ്റിനിരുന്ന് കുറ്റം മാത്രം പറയുന്ന കേട്ടാ. മോളെ, ഈ മാല എത്ര പവനാ? അറിയില്ല. ഏതാ ജ്വല്ലറി? അത് നാട്ടിലൊരു ജ്വല്ലറിന്നാ. 916 കിട്ടണമെങ്കിൽ നല്ല ജ്വല്ലറി തന്നെ വാങ്ങണം. അല്ലോളെ, ഈ അരപ്പട്ട ഞാട് തന്നെയാന്ന് വാങ്ങിന്? ഇതതിന് പൊന്നല്ല. മുക്കു പണ്ടാ മുഴുവനോ ആരും നകുലേട്ടന്റെ വീട്ടിലെത്തിയപ്പോ ആദ്യം പലരും പല ചോദ്യങ്ങളാ ചോദിച്ചത്. മാസങ്ങൾ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോ പിന്നെ അതൊരൊറ്റ ചോദ്യത്തിലേക്ക് ചുരുങ്ങി. ഒരു മാസ്റ്റർ പീസ് ചോദ്യം. മോളെ, വിശേഷമൊന്നും ആയില്ലേ? ആദ്യം കേട്ടപ്പോ എനിക്ക് ചിരിയാ വന്നേ. മോളെ, വിശേഷം എന്തെങ്കിലും ആയോ? അല്ലണേ, കല്യാണം കഴിഞ്ഞിട്ട് കൊറേ ആയല്ല. വിശേഷമൊന്നുമില്ലേ? വിശേഷമൊന്നുമില്ലേ? പിന്നെ നാണം വന്നു. നിങ്ങളിപ്പോഴും നോക്കുന്നൊന്നുമില്ലേ? മോളെ, വിശേഷമൊന്നുമില്ലേ? പിന്നെ എന്തോ പോലെ ആവാൻ തുടങ്ങി. പിന്നെ അത് തുറച്ചു നോട്ടായി. വിശേഷമൊന്നുമില്ലേ? വിശേഷമൊന്നുമില്ലേ? നിങ്ങളിപ്പോ നോക്കുന്നൊന്നുമില്ലേ? പിന്നെ പിന്നെ ദേഷ്യം വന്നു. അല്ല രാജമ്മേ, ഇതിന് മച്ചെങ്ങാനായി പോയിനാ. മോളെ, ഇതെന്തമ്മായി അവതാർ സിനിമയാ? ഇല്ല, പേസ്റ്റിലെടുത്ത് മോത്താർ തേച്ചിനല്ല. അത് നീ ആടുന്ന് നോക്കിട്ടാ വീടുന്ന് നോക്കിയാട്ടെ. തെയ്യം കെട്ടിയ പോലെയുണ്ട്. ഇപ്പുറത്ത് മുയ്മൻ എന്റെ പരയിലെ ക്ലോസപ്പാ. ഞാൻ ഇവളോട് എപ്പോഴും പറയലുണ്ട്, ഇപ്പൊ ഇത്ത ഭർത്താനായിട്ട് ഇപ്പോഴത്തെ പിള്ളേരെടുത്ത് പോണ്ടാന്ന്. ഇപ്പൊ എന്തായി? ഓളെടുക്കുന്ന കണിപ്പിന് കിട്ടിയില്ലേ? ആ, എന്താ മോറ്റേ? അതിന്റെ ഓളോട് പോയി ചോദിക്കേ. എന്താ അമ്മായി ശരിക്കണ്ടായേ? എന്റെ ഓളിന്റെ എടുത്ത് ചായ വെച്ചടാ. ചായ വെച്ചാ എന്തിന്? ഓക്ക് വിശേഷം ഉണ്ടോന്ന് വെച്ചാന് അന്ന പെടക്ക് ചോദ്യം എങ്ങനാ? എന്തിനാ അമ്മായി ചോദിച്ചതിനെ ചോദിച്ചോണ്ടിരിക്കുന്നത്? വേറെ എന്തെല്ലാം ചോദിക്കാൻ? അതന്നെ, വേറെന്തെങ്കിലും ചോദിച്ചാലോ ഓക്ക് ദേഷ്യം വരൂലാലോ മോനെ. ഇവക്ക് എപ്പോഴുള്ള പണിയാന്ന് കൊക്ക കെട്ടി പറിക്കല്. ശരി, ഇപ്പൊ എന്തായോ കുറ്റം? പിന്നല്ലാണ്ട് കേർപ്പല്ലാത്തോണ്ടല്ലേ ചോദിച്ചോണ്ടിനി? അതിനെ ചോദിക്കാനോ? ഇനി ചോദിക്കാൻ നമ്മളിങ്ങ് വരുന്നില്ല, പോരെ? ശതങ്ങൊന്ന് സമാധാനിക്ക്. ഈ രാജമ്മ ഇവൻ വന്നിട്ട് പോയാ മതി അറിയണേ. ഞങ്ങളെ പാവാടേ നാങ്ങിങ്ങനെ ഇരുന്നോ ഒരു വാണത്താവ്. അമ്മായി, ആസ്പത്രി പോയിട്ട് വന്ന് ഞാൻ അതിന്റെ ഓളെ കൊണ്ടേ കാണിക്കടാ. ഓക്ക് പിരാന്താ. ഞാൻ മുഖത്ത് പേസ്റ്റ് അടിച്ചിട്ട് പോ, നാട്ടുകാർ കാണൂ. കാണട്ട്, എല്ലാരും അറിയട്ട്. എന്റെ മരോളെ താനിക്കോണം. ഇനി ഒന്ന് സൂക്ഷിച്ച രാജമ്മേ. ഇന്നോള് ചായ വെച്ച് നാളെ എന്റെ വീട്ടിൽ എത്ത ഇളച്ച എണ്ണ വയ്ക്കാതെ നോക്കിക്കോ. കാഞ്ഞ വിത്തിന് എന്റെ മോൻ കെട്ടിക്കോട്ടാന്ന് ശാന്തമാരാന്ന് കാണിച്ചു കൊടുക്കാം. എനിക്കെന്താ ചോദിക്കാനും പറയാൻ ആരും ഞാൻ വിചാരിച്ചിനോ? എല്ലാത്തിനും ഞാൻ കോടതി ഏറ്റു. പിരാന്ത് ഒക്കെ പെറാൻ പറ്റാത്തതിന്റെ ദേഷ്യം എന്നോട് കാണിക്കാ. എന്റെ വീട്ടത്തിൽ ചായ വെച്ചണേ. അതെയാ? ആ, എങ്ങനെ? നല്ല തിളച്ചിട്ട് പത വന്ന ചായ തന്നെയാ. എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. ഓളെ ശീതപ്പൻ ഇന്നേ മാറ്റി കൊടുക്കാം. മൊഞ്ചുള്ളൊരു വീട് കണ്ടപ്പോ അസൂയ. നാട്ടുകാരുടെ പെരടി കയറാതെ ഇങ്ങോളം നിലയ്ക്ക് നിർത്തിക്കൊന്നുമില്ല.
മോനെ നകുല പീടിയെ പോകുമ്പോ ഒരു പേസ്റ്റും കൂടി വാങ്ങണേ മോനെ. ക്ലോസപ്പ് അല്ലേ? ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് നിനക്കൊന്നും പറയാനില്ലേ? ഉണ്ട്. എന്ത്? പൊള്ളലിന് പേസ്റ്റ് അല്ല നല്ലത്, ബെനോള. കുറച്ചുകൂടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചു. ഏതോള്? കുടുംബശ്രീന്റെ ഗ്രൂപ്പിൽ വന്നാടാ. നാട്ടിലൊത്തം പാട്ടായല്ലേ? വയറ്റിലായില്ലേലും വയറായി. നാട്ടുകാർക്ക് മിസ്റ്റേക്കാടാ. അതിനോള് ചൂടായിട്ട് ഒരു കാര്യമില്ലട്ടാ. അതിന് ചൂടാവല്ലോ, ചൂട് ചായ മുഖത്ത് വയ്ക്കലല്ലേ. അത് തന്നെ. എൻ്റെ ഒക്കെ 1-ാം മാസം വയറ്റിലായന നാട്ടുകാർ കളിയാക്കി. ഇവന്റെ പാവാത്തന്നെ കളിയാക്കുന്നു. ആരാന്റെ പരിമല വയറ് നോക്കി നടക്കുക നാറികൾ. നീ എന്തായാലും കുറച്ച് പേസ്റ്റ് സ്റ്റോക്ക് ചെയ്ത് വെച്ചോ. ഇതുകൊണ്ടൊന്നും നാട്ടുകാരും ഉണ്ടാണ്ട് നിനക്കൊന്നില്ലേ. വീട്ടിൽ നിന്ന് വളാനല്ലോ. ഇനി ഫോൺ എടുക്കടാ, അടുത്ത ചായ ആർക്ക് കിട്ടിയെന്നറിയാലോ. ഹലോ. ആ ശരിക്കും ഇത് നമുക്ക് പൊളിക്കണം. ആയോന്ന് വെച്ചാൽ എല്ലാ തണ്ണികളും വിളിച്ചറിയിക്കും. എനിക്കായ കാര്യം. ആ, ഞാൻ പീരീഡ്സ് ആയ കാര്യം എല്ലാരും വിളിച്ചറിയിക്കാം. നിങ്ങൾ എനിക്ക് പാഡ് മേടിക്കണം. ആ അത് ഞാൻ വൈകുന്നേരം വന്നിട്ട് നിന്നെ കൊണ്ടുപോവാ. വൈകുന്നേരം വന്നിട്ട് കൊണ്ടുപോകുന്നാ? അതൊരു നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ മാറ്റി വെക്കണം. പിന്നെ നിങ്ങൾ മേടിച്ചിട്ട് വന്നാ മതി. ഞാനാ? എന്താ നിങ്ങൾ മേടിച്ചാ കിട്ടൂലേ? ഹലോ, മനോരേട്ടാ, ഞാൻ കൊടുക്കാം. മനോരേട്ടാ, ആ മനോരേട്ടാ, ആ ആ ആ ഇപ്പൊ വരാം. ശരി. എന്താടാ? ശാന്തമ്മായി പാർട്ടി ഓഫീസിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു. മനോരേട്ട ഇപ്പൊ വീട്ടിലേക്ക് വരാം. ഇത് പണിയാന്നല്ല. ഏതായാലും പോയി നോക്കാം. വാ ശുക്രേ, പോയിട്ട് വരുന്നു. ഓ എടാ പ്രമോദ, നിന്റെ അടുക്കുള്ള പൈസ ഇല്ല നമ്മുടെ സഹകരണ ബാങ്ക് കൊണ്ടിട്. ഞാനല്ലേ പ്രസിഡന്റ്. അതാകുമ്പോൾ സേഫ് ആയിരിക്കൂ. ഞാനത് നോക്കാം. ഞാനത് നിന്നെ പിന്നെ വിളിക്കാം. മനോരേട്ടാ. ആ ആ എന്തുണ്ടാകില്ല? മനോരേട്ടൻ നേരത്തെ എത്തിയാ? ആ കുറച്ചു നേരമായി. അമ്മ ചായ കൊടുത്താ? അയ്യോ വർത്തന്റെ ഇടയ്ക്ക് അത് മറന്നു. ശാലിനി, അയ്യോ ചായ വേണ്ട, ഒരു ഗ്ലാസ് പച്ചവെള്ളം മതി. നകുല, സംഗതി വധശ്രമാന്നേ. വധശ്രമ? IPC 307. അല്ല മനോരേട്ടാ, അവർ കേസ് കൊടുത്താ? കേസൊന്നും കൊടുത്തിട്ടില്ല. തൽക്കാലം എൻ്റെ ഹോൾഡ് വെച്ച് ഞാനത് മാറ്റി വെച്ചിരിക്കുക. മനോഹര ഓളങ്ങനെ വേണമെന്ന് വെച്ചിട്ട് ചെയ്തൊന്നുമല്ല. ആ അതെനിക്കറിയില്ലേ രാജമ്മച്ചി. ചായ എടുത്ത് വരുമ്പോൾ അറിയാണ്ട് സ്റ്റെപ്പുമെന്ന് കാല് തെറ്റി വീണതായിരിക്കൂ. അല്ലേ അല്ലേ മോളെ? നകുല, നമുക്ക് കേസും കൊണ്ടാൻ വേണ്ടി ഒന്നും ഇല്ലാണ്ട് തീർക്കുന്നല്ലേ നല്ലേ? ഇപ്പൊ എന്ത് ചെയ്യാ? ഓർക്ക് ആസ്പത്രിയിൽ കുറച്ച് പൈസ ചിലവായിട്ടുണ്ട്. അത് എനിക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഇത് സോൾവ് ചെയ്യുന്ന കാര്യം ഞാനേറ്റ്. ഓരോട് അന്നേരെ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവാന്ന്. കേട്ടിട്ടില്ല. ഇപ്പൊ ഞാനെന്ത് ചെയ്യാനാ? പൈസ നമുക്ക് കൊടുക്കാത്ത പ്രശ്നമില്ല. എത്ര വരാ? ഒരു 20,000 രൂപ കൊടുത്താൽ സംഭവം സോൾവാ. 20,000 രൂപ? CT സ്കാനും അൽക്കൊലത്ത് പരിപാടിയിലായിട്ട് ഒരു 25,000-ന് മേലെ പോയി എന്നാ പറഞ്ഞ്. ഞാനത് പറഞ്ഞ് 20,000 എത്തിച്ചിട്ടുണ്ട്. CT സ്കാനാ? ആ CT സ്കാൻ. മുഖം പിന്നെ തലേന്റെ ഭാഗല്ലേ. നീ എന്ത് വർത്താനം ഈ പറയുന്നത്? അന്ന കണ്ണിന് പറ്റിയേ? അത് വരുന്ന വഴിക്കൊരു പ്രാണി അടിച്ചതാ. നല്ല ചോപ്പുണ്ടല്ലോ. മനോട്ടാ, ആ എൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഇപ്പൊ എടുക്കാണ്ടാവില്ല. ഞാൻ എന്ത് ചെയ്യാ? അതിന് ഇപ്പം വേണം നിന്നോടാരാ പറഞ്ഞ്? ഈ വൈറ്റ് എത്തിച്ചാ മതി. വരുന്നേ എടാ മോനെ, മുലപ്പാല് കിട്ടെങ്കിലും ഇട്ടിച്ചോ. കണ്ണിന് ബെസ്റ്റാ. മുലപ്പാല?